ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂളാണ്. അതായത് എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് ആസ് എ 12th ഗ്രേഡറായിട്ട്. അപ്പോൾ ഞാൻ ജൂൺ 1 രാത്രി അലാം സെറ്റ് ചെയ്യണതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ട വെക്കേഷന് മൊത്തം ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാളെ എന്തായാലും രാവിലെ തന്നെ എഴുന്നേൽക്കണം. അതിന് ഞാനൊരു 10-12 അലാംസ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല, അത്രയ്ക്കില്ല, ഒരു 6-7 അലാമെങ്കിലും ഞാൻ ചുരുക്കം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5:30 തുടങ്ങിയിട്ടാണ് തോന്നുന്നുണ്ട് അടിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നത്. എന്നാലാണ് ഞാൻ ഒരു 6 മണിയാകുമ്പോഴത്തേനും എഴുന്നേൽക്കുള്ളൂ. ശരിക്കും പറയാന്ന് വെച്ചാൽ 3 അലാംസാണ് നമ്മൾ വെക്കാൻ പാടുള്ളൂ എന്ന് പറയും. പക്ഷേ ഞാൻ ചിലപ്പോൾ എഴുന്നേറ്റില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇത്രയും അലാംസ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതത്ര നല്ല ശീലമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കാറില്ല. അപ്പോൾ ഞാൻ പാട്ട് സെലക്ട് ചെയ്യുന്നത് സ്പോട്ടിഫൈ എന്നാണ്. നമ്മുടെ ഫോണിലുള്ള അലാമിൻ്റെ സൗണ്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സ്പോട്ടിഫൈയിൽ നിന്ന് പാട്ടുകൾ എടുക്കും. ആൻഡ് സ്പോട്ടിഫൈയിൽ നിന്ന് പാട്ടുകൾ എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടുകൾ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഉറങ്ങിപ്പോവും. അത് അലാമാന്നുള്ളൊരു ഓർമ്മ പോലും ഇല്ലാണ്ട് കിടന്ന് ഉറങ്ങിപ്പോയ ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഈ ഹൃദയത്തിലെ പാട്ടുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചത്. അതിലൊരു മോർണിംഗ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടാറുണ്ട്. എനിക്ക് എല്ലാവരുടെ കാര്യം അറിയില്ല, എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനതാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അടിച്ചോളും എന്നുള്ളൊരു ഓർമ്മയിൽ ഞാൻ ആ പാട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിലും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസവും അത്ര രസകരമായിട്ടല്ല കേട്ടോ പോകുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു. അലാം 5:35 നമ്മൾ ഫസ്റ്റ് അലാം വെച്ചതിൽ തന്നെ ഞാൻ എഴുന്നേറ്റുണ്ടായിരുന്നു. കാരണം വീഡിയോ എടുക്കണ ഇൻട്രസ്റ്റ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ അപ്പം തന്നെ എണീറ്റു, അലാമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഈ ഫാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിൽ കേൾക്കുന്നവരും എഴുന്നേറ്റ് വരും കേട്ടോ. ഞാൻ അപ്പോൾ ഉണ്ണികളെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഈ ഒരു ഫാൻ അങ്ങ് ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ പോകുന്നു കേട്ടോ പുറത്തേക്ക്. എന്നാലാണ് അവർ എഴുന്നേൽക്കുള്ളൂ. അവർക്ക് 8:30 പോയാൽ മതി, എനിക്ക് 7:30 പോകണം. അങ്ങനെ ഞാൻ 5:45 ആയപ്പോഴത്തേനും പുറത്ത് വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം ഇരുട്ടുണ്ട്, എന്നാൽ അത്യാവശ്യം വെളിച്ചമുണ്ടായിരുന്നു. ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോണ്ടല്ലോ ഈ കിളികളുടെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വോയിസ് ഓഫ് ചെയ്തണ കാരണം കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ എന്നാൽ കൂടി ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളേ അല്ല. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുറത്ത് വന്നിരുന്ന് ഈ സൗണ്ടൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ ഞാൻ ഒരുപാട് നേരം വീഡിയോ എടുത്ത് നിന്നില്ല. എനിക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യലാണ്. 7:30 പോകേണ്ട കാരണം കൊണ്ട് ഞാൻ +1 ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകല്. കാരണം എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും കുക്കർ അവിടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മി. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണി 6:15 ആയപ്പോഴത്തേനും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചായ എടുത്ത് കുടിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നപ്പോഴത്തേക്കും 6:30 മണിയായിട്ടുണ്ടായിരുന്നു. കാരണം ഇനി കറക്റ്റ് 1 മണിക്കൂറല്ല എൻ്റെ മുന്നിലുള്ളൂ. അപ്പോൾ അതിനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂണിഫോം അയൺ ചെയ്യലാണ്. എല്ലാവരും ഇത് തലേദിവസം ചെയ്തുവെങ്കിലും ഞാനിത് അന്ന് പോകുന്ന ദിവസമാണ് ചെയ്യൽ. എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ഈ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ തിക്കും തിരക്കടിച്ച് പോകണമാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഫ്രഷൊക്കെ ആയി വന്നു. ഇനി ഞങ്ങൾക്ക് ഇതുപോലത്തെ ചുരിദാറും പാൻറ്റും ഈ കോട്ടാണുള്ളത്. എല്ലാ സ്കൂളുകളിലും പാൻറ്റും കോട്ടും ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സെറ്റായിട്ടുള്ളത്. എന്താണെന്നറിയില്ല, ഇതൊക്കെ മാറാറായില്ലേന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ സ്കൂളിൽ വരെ പാൻറ്റും കോട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ +2ലേക്ക് വന്നപ്പോൾ ഈ ചുരിദാറും കോട്ടാണ്. എനിക്കിത് അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ യൂണിഫോം ആയതുകൊണ്ട് ഇട്ടിട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം സമയപരിധി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് 7:30 മുന്നേ അവിടെ എത്തണം ബസ് സ്റ്റോപ്പിൽ. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നെയും കൂട്ടാണ്ട് ബസ്സിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഞാൻ ഇട്ടതിൻ്റെ ID കാർഡ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ സെയിം ID കാർഡ് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഇട്ടു. അത് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ യൂണിഫോമൊക്കെ ഇട്ടു. ഇനി എനിക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മുടി പിടിച്ചിട്ട് ഒന്ന് കെട്ടണം, ഫുഡ് കഴിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനി അതൊക്കെ ഇനി ചെയ്യണം. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചെടുക്കുകയായിരുന്നു. വീഡിയോസ് അങ്ങനെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത്യാവശ്യം ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഓരോരോ ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനതിൽ ആഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുടി കെട്ടിയിട്ട് വരാം. മുടിയിൽ അത്യാവശ്യം ചെടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഞാൻ തലേദിവസം രാത്രി കുളിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഈരി വെച്ചതുകൊണ്ട് അധികം ചെടി ഉണ്ടായിരുന്നില്ല. ഈ രാവിലെ ഇട്ടിട്ട് ഈ മുടിയിൽ ചെട തീർക്കണ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് തീരെ ചെട കളയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ പകുതി വരെ ഇരിയിട്ടിട്ട് പോവും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ കാരണം അതൊക്കെ സെറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മുഖത്ത് ഈ ഒരു ക്രീമാട്ടോ ഇടുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് സൺസ്ക്രീമായിട്ടും അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ബണ്ണ്. എന്നിട്ട് ഞാനത് മാറ്റിയിട്ടോ.
പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഈ സ്പ്രേയും കൂടെ അടിച്ചിട്ട് ഞാൻ വേഗം പോട്ടോ. സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് ഞാൻ വീട്ടിൽ നിൽക്കില്ല, അപ്പോൾ തന്നെ ഞാൻ ഓടും ബസ്സിലേക്ക്. കാരണം അത്രയും സമയമില്ലാഞ്ഞിട്ടായിരിക്കും ഞാൻ പോകുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ബായൊക്കെ പറഞ്ഞ് ഞാൻ വേഗം പോവാണ് കേട്ടോ. പിന്നെ ഈ പോക്കിൻ്റെ പിറകിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം +1 റിസൾട്ട് അന്ന് തന്നെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ടെൻഷൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.